കൈക്കൂലി വാങ്ങിച്ചും കള്ളക്കേസ് ഉണ്ടാക്കിയും നിങ്ങൾ ഞങ്ങളെ വേട്ടയാടാൻ ഇറങ്ങുമ്പോഴേ തല കുനിച്ചു തരാൻ ഇനി എനിക്ക് മനസ്സില്ല സാറേ. ഇതൊരു ക്ഷേത്ര പരിസരമായി പോയി. ഞാനിപ്പോ കൂടുതലൊന്നും ചെയ്യുന്നില്ല. പക്ഷേ നിന്നെ എനിക്ക് കിട്ടും. കിട്ടേണ്ട സ്ഥലത്ത് കിട്ടും. വണ്ടിടോ. പിന്നെ അവിടെ നടന്ന എന്താണെന്നറിയോ സാറിന്? എന്നെ കൊണ്ടും എന്റെ അമ്മയെ കൊണ്ടും നിർബന്ധിച്ച് കുറെ മുദ്രപത്രത്തിൽ അവർ ഒപ്പിടിപ്പിച്ചു. അത് മറ്റൊരു ചതിയായിരുന്നു എന്ന് തിരിച്ചറിയാനുള്ള ബോധമൊക്കെ എനിക്കുമുണ്ട്. പക്ഷെ സുഖമില്ലാത്ത എന്റെ അമ്മയെ സ്റ്റേഷനിൽ കൊണ്ടുവരുതെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ചെയ്തത്. ഇനിയിപ്പോ അവര് ഞങ്ങൾ കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞ് ദേ പുതിയൊരു കേസ്. ഈ നിൽക്കുന്ന എന്റെ അമ്മയെ അല്ലെങ്കിൽ എന്നെ അവര് കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചൊരു പരാതി തരട്ടെ? സാറിന് ധൈര്യമുണ്ടോ അവിടെ പോവാൻ, അവരെ അറസ്റ്റ് ചെയ്യാൻ? അതിന് സാറിനെ മുട്ടുവിറയ്ക്കും. എന്തുകൊണ്ടാന്നറിയോ? എണ്ണി വാങ്ങിച്ച പണത്തിന്റെ അളവ്. നീ ആരോടാ സംസാരിക്കുന്നത് നിനക്കറിയോ? എനിക്ക് ആരും പേടിയില്ല സാറേ. കാലിന്റെ അടിയിന്ന് തീ അരിച്ച് കേറാൻ തുടങ്ങിയിട്ടേ ദിവസങ്ങൾ കുറച്ചായി. നിങ്ങൾ എല്ലാവരും കൂടി ചെയ്ത ചതിയിലെ എന്റെ അച്ഛൻ ഇപ്പൊ കിടക്കുന്നത് ജയിലില. എന്നെയോ എന്റെ അമ്മയോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇട്ടാലും വന്നതിനേക്കാൾ സങ്കടം ഇനി ഇല്ല സാറേ. സാറിന് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെയോ എന്റെ അമ്മയോ ഇവിടെ നിന്ന് കൊണ്ടുപോ. പക്ഷെ ഞാനൊരു കാര്യം പറയാം. പോലീസ് സ്റ്റേഷന്റെ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ നാട്ടിലെ സകല മീഡിയസിനെ ഞാൻ വിളിച്ചു കൂട്ടും. സാറും സാറിന്റെ കൂട്ടാളികളും ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണെന്ന് ഞാൻ വിളിച്ചു പറയും. അവിടുന്ന് എങ്ങോട്ട് പോയാലും മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ എല്ലാം ഉണ്ട് സാറേ. കേറി ഇറങ്ങണമെന്നൊരു പെണ്ണ് തീരുമാനിച്ച അത് നടത്തിയിരിക്കും. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞില്ലേ? സാറിനെ ധിക്കരിച്ചില്ലേ? അഹങ്കാരം കാണിച്ചില്ലേ? ഇനി സാറിന് എന്നെയോ എന്റെ അമ്മയോ കൊണ്ടുപോണോ? കൊണ്ടുപോ സാറേ. മുതിർന്നവർ, ഉദ്യോഗസ്ഥർ, അധികാരത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ, ഇവരെയൊക്കെ ബഹുമാനിക്കണമെന്ന് കുഞ്ഞുനാളിലെ എനിക്ക് പഠിപ്പിച്ചു തന്നതേ ദേ ഈ നിൽക്കുന്ന അമ്മയാ. ഇതുവരെ ഞാനത് പാലിച്ചു. ഇനി അത് പറ്റില്ല. കൈക്കൂലി വാങ്ങിച്ചും കള്ളക്കേസ് ഉണ്ടാക്കിയും നിങ്ങൾ ഞങ്ങളെ വേട്ടയാടാൻ ഇറങ്ങുമ്പോഴേ തല കുനിച്ചു തരാൻ ഇനി എനിക്ക് മനസ്സില്ല സാറേ. ഇതൊരു ക്ഷേത്ര പരിസരമായി പോയി. ഞാനിപ്പോ കൂടുതലൊന്നും ചെയ്യുന്നില്ല. പക്ഷേ നിന്നെ എനിക്ക് കിട്ടും. കിട്ടേണ്ട സ്ഥലത്ത് കിട്ടും. വണ്ടിടോ. മോളെ മതിയായമ്മേ, ഒളിച്ചോടണമെന്ന് ഇനി വയ്യ. എങ്ങോട്ടാ പോണ്ടേന്ന് എനിക്കറിയാം. മോളെ, ക്ഷേത്രത്തിലെ പൂജയൊക്കെ കഴിഞ്ഞപ്പോ മനസ്സിലെ പേടി മാറിയോ? ഉവ്വ്, ഇപ്പൊ ശരിക്കും എനിക്കൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. എന്തും ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ്. ഈ പറച്ചിലൊക്കെ പറയാമേ, എന്നിട്ട് കളറയ്ക്കലേക്ക് എത്തിക്കഴിയുമ്പോ ആളങ്ങ് മാറും. ഓ, നവീൻ എന്നിലുള്ള വിശ്വാസമൊക്കെ പോയല്ലേ? എന്തായാലും പൂർണ്ണമായിട്ട് പോയിട്ടില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മളിങ്ങനെ പോവില്ലല്ലോ. എന്റെ മോളെ, നല്ല മനസ്സുറപ്പോടെ മോളൊന്ന് നടന്നാ മതി. ഇനി ഒരു നാഗഭയവും മോളെ തൊട്ട് തീണ്ടില്ല. അതെല്ലാം പോയി. ശരി അമ്മേ. എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നതെന്ന് മക്കൾക്ക് അറിയാവോ? നിങ്ങൾ രണ്ടുപേരും പരസ്പരം വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ജീവിതം ഒന്നിച്ച് മുന്നോട്ട് പോകുന്നില്ല. അത് മാറാൻ വേണ്ടിയാ. നവീനെ ഒരുപാട് സഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അമ്മേ. എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്ന നവീന് ഒരു സന്തോഷം പോലും ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. ഹേയ്, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ചില ദിവസങ്ങളിൽ, ചില നേരത്ത് താൻ എനിക്കായിരുന്ന സ്നേഹമുണ്ടല്ലോ, അതിന് പകരം വയ്ക്കാൻ മറ്റൊന്നിനാവില്ല. എപ്പോഴും അങ്ങനെയാവണമെന്ന് ഞാൻ പറയുന്നത്. അത്രേ താൻ ചെയ്യണ്ടു. ഹാ ശരി, ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും ഉണ്ടാവില്ല. ഒരാളോടും ഇനി ഞാൻ തട്ടിക്കേറില്ല. ഇതുവരെ ഞാൻ നവീനെ എങ്ങനെ സ്നേഹിച്ചിരുന്നോ അതിന്റെ ഇരട്ടിയായിട്ട് ഞാൻ സ്നേഹിക്കാൻ പോവാ. ഈ വാക്കുകളൊക്കെ പഴകി തുടങ്ങിയതാ.
ഐ എം റിയലി സോറി നവൻ. ഇനി നമ്മൾ എന്നും ഇങ്ങനെയായിരിക്കും, ഹാപ്പി ആയിട്ട്. ദൈവമേ, ഈ മാറ്റത്തിന് നന്ദിയുണ്ട്. എന്റെ മക്കള് ഇങ്ങനെ തന്നെ തുടർന്നു പോണേ. അതെ, എന്താ? അല്ല, താൻ എന്താ ഈ നോക്കുന്നേ? ഇത് എന്റെ നവീന്റെയും ബെഡ്റൂമാ. ഇവിടെ മറ്റുള്ളവർക്ക് പ്രവേശനമില്ല. ഇറങ്ങിക്കോ രണ്ടുപേരും, ഇറങ്ങാൻ. അത് കള. ഗാഥ വന്ന് കയറുന്നതിന് മുൻപും ഞങ്ങൾ ഈ വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ. ഇവിടെ എവിടെയൊക്കെ കേറണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാ. ഇന്നും സർപ്പകോപം മാറ്റാൻ വേണ്ടി വഴിപാടിന് കൊണ്ടുപോയി അല്ലേ? എന്നിട്ട് എന്തായി? എന്തെങ്കിലും മാറ്റമുണ്ടോ? അതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. കളരിക്കല് വെറുതെ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നവരെ അക്കാര്യം അന്വേഷിക്കേണ്ട. അതെ, വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിച്ചവരോ? ആരെയാ ഉദ്ദേശിച്ചത്? വേറെ ആരെയല്ല, നിങ്ങളെ തന്നെ. നിങ്ങളോ നിങ്ങളുടെ ഭർത്താവോ ദേ ഈ നിൽക്കുന്നവളോ എന്തെങ്കിലും ഒരു പണി എടുത്തിട്ടുണ്ടോ ഇതുവരെ? അന്യന്റെ ചെലവില് തടിച്ചു കൊഴുക്കാൻ ശീലിച്ചാലേ പിന്നെ പണി എടുക്കേണ്ടി വരില്ല. നാണവും മാനവും ഇല്ലാത്തവർക്ക് ഒരിക്കലും വേണ്ട. അതെ, സൂക്ഷിച്ച് സംസാരിക്കണം. ഹാ, അത് നീ എന്നോടല്ല പറയേണ്ടത്. എന്നോട് സംസാരിക്കുമ്പോഴേ നിങ്ങളാ സൂക്ഷിക്കേണ്ടത്. അയ്യോ മതിയടി മോളെ, നിന്റെ അമ്മ കോടീശ്വരിയാണെന്നുള്ള അഹങ്കാരമൊന്നും ഇവിടെ പുറത്തെടുക്കണം. കുറച്ചു നേരം മുമ്പ് നീ പറഞ്ഞിരുന്നല്ലോ നിന്റെ ബെഡ്റൂമാണ് പുറത്തിറങ്ങാൻ. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായില്ലേ? ഈ ബെഡ്റൂമിൽ അവനോടൊപ്പം കിടന്നിട്ടുണ്ടോ നീ? നിന്നെ കിടത്തിയിട്ടുണ്ടോ നാഗങ്ങള്? അതിപ്പോ എങ്ങനെയാമ്മേ? കയ്യില് പാലും കൊടുത്ത് മണവാട്ടിയായിട്ട് ഇങ്ങോട്ട് കേറ്റി വിട്ടാലും എന്റെ മമ്മി പാമ്പ് വന്നു പറഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുവല്ലേ? 1 വർഷമല്ല 100 വർഷം ഒന്നിച്ച് ജീവിച്ചാലും നവീന്റെ ഒപ്പം ഒരു രാത്രി പോലും നീ ബെഡ്റൂമിൽ തങ്ങില്ല. നിനക്ക് എന്തടി വേണ്ടത്? എന്നെ മനസമാധാനത്തോടു കൂടി ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല അല്ലേ? അമ്മയും മോളും കൂടി പല തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാ എന്റെ പേഴ്സണൽ വിഷയത്തിൽ ഇടപെടരുതെന്ന്. ഇനി ഇടപെട്ടാലുണ്ടല്ലോ മോളെ ഞാൻ നീ പറഞ്ഞ കേട്ടില്ല അല്ലേ? സമ്മതിക്കില്ല അല്ലേ? നീ മനസ്സമാധാനായിട്ട് ജീവിക്കാൻ.